തുണികളൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തരുന്ന വാഷിംഗ് മെഷീൻ നമ്മൾ എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യാറുണ്ടോ? വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത് എന്തിനാണല്ലേ? ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. വാഷിംഗ് മെഷീൻ എന്തിന് ക്ലീൻ ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പലതരത്തിലുള്ള വാഷിംഗ് മെഷീൻ ക്ലീനർ ലിക്വിഡ്സ് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള നാരങ്ങ നീരും അല്ലെങ്കിൽ വിനാഗിരി അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കാം. മാനുഫാക്ചറുടെ ഇൻസ്ട്രക്ഷനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 3 മാസം കൂടുമ്പോഴും നമ്മൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും. ഇങ്ങനെ കൂടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതിലൂടെ അതിൻ്റെ എനർജി എഫിഷ്യൻസി കൂടും. മാത്രമല്ല അതിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും ബാക്ടീരിയ, മോൾഡ്, ഡസ്റ്റ് മൈറ്റ്സ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റിൻ്റെ റെസിഡ്യൂ അതെല്ലാം മാറിക്കിട്ടും. നല്ലൊരു തുണികൾക്കൊക്കെ നല്ല ഫ്രഷ്നെസ്സും പിന്നെ അലർജി സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള നല്ലൊരു പരിഹാരം കൂടിയായിരിക്കും കേട്ടോ ഇത്. പിന്നെ ലൈം സ്കെയിലൊക്കെ അടിഞ്ഞു കൂടുന്നതൊക്കെ മാറാനായിട്ടൊക്കെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതിലൂടെ നല്ലതായിരിക്കും. മാത്രം നമ്മളൊക്കെ കുട്ടികളുടെ ഛർദി തുണി അല്ലെങ്കിൽ മൂത്രത്തുണി അതൊക്കെ നമ്മൾ കഴുകും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴൊക്കെ ഒരു ക്ലീനിങ് സൈക്കിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഈ ബോട്ടിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആദ്യം തന്നെ ഒരു 4 ലിറ്റർ ചൂടുവെള്ളത്തിലേക്ക് ഒരു 50 ml ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഡിറ്റർജൻറ്റ് ഡിസ്പെൻസർ ഉണ്ടല്ലോ, നമ്മൾ സോപ്പും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ സംഭവം, അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് മുക്കി വെക്കുകയാണ് ഒരു അരമണിക്കൂർ നേരത്തേക്ക്. എന്നിട്ട് ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫ്രഷ് വാട്ടറിൽ ഒന്നും കൂടെ കഴുകിയെടുത്ത് നമ്മൾ തിരിച്ചു വെക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മളുടെ ഈ റബ്ബർ സീല്, ഈ വാഷിംഗ് മെഷീനിൽ ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാവാനായിട്ട് സാധ്യത ഉള്ള ഒരു സ്ഥലമാണിത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ഈ റബ്ബർ സീലിൻ്റെ ഉള്ളിലൊക്കെ എത്രമാത്രം അഴുക്കുണ്ടാവുന്നു. അത് ഒരു തുണിയിലേക്ക് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ പുറവും അകമൊക്കെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ വാഷിംഗ് ലിക്വിഡ്സിനൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ, അതും ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള ലിക്വിഡ് മുഴുവൻ ഈ ഡിസ്പെൻസറിൻ്റെ മെയിൻ പാർട്ടിലേക്ക് നമ്പർ ചെയ്തിട്ടുണ്ടാവില്ല 1, 2 എന്നൊക്കെ. അപ്പോൾ 1 എഴുതിയേക്കണം, അതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു ഫുൾ സൈക്കിള് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 60 ഡിഗ്രി എങ്കിലും സെൽഷ്യസിൽ ഉള്ള ഒരു സൈക്കിള് വേറെ തുണി ഒന്നും ഇടാതെ ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ലിക്വിഡ് മാത്രം ഒഴിച്ചിട്ട്, വേറെ ഡിറ്റർജൻറ്റ് ഒന്നും അതിൻ്റെ കൂടെ ഇടരുത്, ഈ ക്ലീനിങ് ലിക്വിഡ് മാത്രം ഒഴിച്ചിട്ട് ഒരു സൈക്കിൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഡോറ് കുറച്ച് നേരം തുറന്നിട്ടിട്ട് ഒന്ന് എയർ ഡ്രൈ ആവാനായിട്ട് അനുവദിക്കുക. അതോടെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഓൾറെഡി ക്ലീനിങ് ഇതൊക്കെ അറിയാവുന്നവരുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്